ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കായിക ലോകത്ത് കപ്പടിക്കാത്തവർ കപ്പടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് ഇത്. 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ IPL കിരീടം സ്വന്തമാക്കാൻ RCBക്ക് കഴിഞ്ഞിരുന്നു. ഫുട്ബോളിലേക്ക് വരുമ്പോൾ PSG കന്നി UCL കിരീടം സ്വന്തമാക്കി. ന്യൂകാസിൽ യുണൈറ്റഡ്, ബോലോഗ്ന, ക്രിസ്റ്റൽ പാലസ്, ടോട്ടൻഹാം എന്നിവരൊക്കെ കിരീടം നേടിയ ഒരു വർഷമായിരുന്നു ഇത്. അതേസമയം RCB ഇന്നലെ കപ്പടിച്ചപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ട്രോളുകളൊക്കെ വാങ്ങേണ്ടി വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിരീടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. അത് ഈ അടുത്തെങ്ങാനും ഇല്ലാതാവുമോ എന്നുള്ളതാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്. വിമർശകരൊക്കെ പരിഹാസങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് തെറിവിളിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു വ്യക്തി തെറിവിളി നടത്തിയിരുന്നു. അതായത് RCB പോലും കപ്പടിച്ചു, ഇനി നിങ്ങൾ എങ്ങാനും കപ്പടിക്കുമോ എന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെയും അഭിക് ചാറ്റർജിയെയും അതുപോലെ തന്നെ നിഖിലിനെയും ഒക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരാൾ ചോദിച്ചിരുന്നത്. അവിടെ ഒരു തെറിപ്രയോഗം അദ്ദേഹം നടത്തിയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒരു വാക്കായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഇതിന് അഭിക് ചാറ്റർജി മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതായത് ഈ തെറിവിളി നടത്തിയത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക്കിന് പറ്റിയിരുന്നില്ല. ഇത് സൈബർ സെല്ലിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ്, കേസ് നൽകുകയാണ്, നിനക്ക് അർഹിച്ചത് അവർ നൽകട്ടെ എന്ന് അഭിക് അവിടെ പറയുകയും ചെയ്തു. മാത്രമല്ല അതിനുള്ളൊരു വിശദീകരണം പിന്നീട് അദ്ദേഹം റീപ്ലൈ ആയിക്കൊണ്ട് നൽകുന്നുണ്ട്. തീർച്ചയായും വിമർശനങ്ങൾ നല്ലതാണ്, ശരിയാണ്. പക്ഷേ അത് ഇങ്ങനെ തെറിവിളിയിലേക്ക് മാറരുത്, ഞങ്ങളും വ്യക്തികളാണ്, മനുഷ്യരാണ് എന്നൊക്കെയായിരുന്നു അഭിക് പറഞ്ഞിരുന്നത്. ഏതായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ വിമർശിക്കാം, പരിഹസിക്കാം, ട്രോളാം, പക്ഷെ അത് മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറരുത്. തെറിവിളികൾ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്നാൽ ഇതിന് പിന്നാലെ അഭിക്കിൻ്റെ അക്കൗണ്ട് കാണാനില്ല. അതായത് അദ്ദേഹം അത് ഇനാക്റ്റീവ് ആക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അദ്ദേഹം അത് ഡിലീറ്റ് ആക്കിയോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. അഭിക്ക് ഇപ്പോൾ ട്വിറ്ററിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് RCBയെ പോലെ എന്തെങ്കിലും ഒരിക്കൽ ഈ ഒരു കാത്തിരിപ്പിനൊക്കെ വിരാമമിടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.